സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് ആ സന്തോഷം പത്രമാധ്യമ സുഹൃത്തുക്കളോടുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് NDAയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ AN രാധാകൃഷ്ണനാണ്. അതുപോലെ ഇപ്പോ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ CC മുകുന്ദൻ MLA നാട്ടിക നിയോജക മണ്ഡലം, ശ്രീ B ഗോപാലകൃഷ്ണൻ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ, ശ്രീ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർജി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ, ശ്രീ അഡ്വക്കേറ്റ് KR ഹരി, ശ്രീ PK ബാബു, ശ്രീ സുജയ് സേനൻ, ശ്രീ സുധീഷ് മേനോത്തുറമ്പിൽ, ഇവരെല്ലാം സന്നിധരാണ്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ AN രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ ഭരണവർഗ മുന്നണികളിൽ നിന്ന് വളരെ പ്രഗത്ഭരായ ഒട്ടനവധി നേതാക്കൾ BJPയിലേക്ക് ചേരുന്ന ഒരു കാലയളവാണ്. ചേരുന്നൊരു കാലയളവാണ്. വളരെ പ്രമുഖരായ ഒരുപാട് നേതാക്കൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായി UDFന്റെ ജമാഅത്ത് രാഷ്ട്രീയത്തിന് ബദലായി ദേശീയ ജനാധിപത്യം സഖ്യം നേതൃത്വം കൊടുക്കുന്ന NDAയുമായി സഹകരിക്കുന്നതിന് വേണ്ടി BJPയിൽ ചേരുന്നതിന്റെ ഭാഗമായി വളരെ പ്രമുഖരായ ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നു. ചെറുതും വലുതുമായ ഒരുപാട് ഘടകകക്ഷികൾ ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. CPMന്റെ വക്താവായിരുന്ന ശ്രീമാൻ റെജി ലൂക്കോസ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3 പ്രാവശ്യം MLAയും അദ്ദേഹത്തിന്റെ അച്ഛൻ 2 പ്രാവശ്യം MLA ഒക്കെ ആയിരുന്ന വൈക്കത്ത് ശ്രീമാൻ അജിത്ത്, ഇടുക്കിയിൽ നിന്നുള്ള 3 പ്രാവശ്യം MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CPM നേതാവ് ശ്രീമാൻ രാജേന്ദ്രൻ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന 2 പ്രാവശ്യം പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീമതി വത്സല പ്രസന്നകുമാർ, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കരയിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി രശ്മി ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ ഘടകകക്ഷികൾ ചേരുകയുണ്ടായി. കേരളത്തിലെ അറിയപ്പെടുന്ന കേരള കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമാൻ ജോർജ് ജെ മാത്യു, അദ്ദേഹം 2 പ്രാവശ്യം MP ആയിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ മുൻ അങ്കമാലി കോതമംഗലം MLA ആയ ശ്രീമാൻ MP മാണി, 5 പ്രാവശ്യം കേരളത്തിലെ നിയമസഭയിലെ അംഗമായിരുന്ന JSSന്റെ അധ്യക്ഷൻ ശ്രീമാൻ താമരാക്ഷൻ, ഉടുമ്പൻചോല MLA ആയിരുന്ന ശ്രീമാൻ മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ ഏതാണ്ട് 7ഓളം MLAമാർ MP മാർ കഴിഞ്ഞ ഒരു മാസ കാലയളവിനുള്ളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും BJPയുടെയും ഭാഗമാകുകയാണ്. ഇന്ന് ഏറ്റവും സന്തോഷകരമായ സാഹചര്യമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും താഴെ ഘടകങ്ങളിലുള്ള പ്രവർത്തനം ആരംഭിച്ച് നാട്ടിക MLA ആയിട്ടുള്ള ബഹുമാനായ CC മുകുന്ദൻ അവരുകളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം പാവപ്പെട്ടവന്റെ നേതാവാണ്. സ്വന്തമായി കിടപ്പാടമില്ലാത്ത, സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള, പരിമിതികളുടെ അകത്തു നിന്നുകൊണ്ട് തന്നെ നാട്ടികയിൽ ഒരുപാട് വികസനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള ശ്രീമാൻ CC മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. മാതൃകാപരമായി മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ്. 100% കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ജീവിതം വ്രതമാക്കി ഏറ്റെടുത്തിട്ടുള്ള 100% പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരനായ
ഇന്ന് കേരളത്തിലെ MLA-മാരിൽ 140 MLA-മാരിൽ ഷീറ്റ് വലിച്ചു കെട്ടി ഒരു വീട്ടിൽ കിടക്കുന്ന MLA ആണ് ശ്രീമാൻ CC മുകുന്ദൻ. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ചേർക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ചെയർമാനുമായ ഞങ്ങളുടെ ആരാധ്യരായ അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ ഞാൻ ഇന്ന് ഷാളിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർത്തത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയതമ, അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി രാധിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കുടുംബം മുഴുവൻ കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ അന്തിക്കാട് നിന്നാണ് അദ്ദേഹം വരുന്നത്. തീർച്ചയായും അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിന് നാട്ടിക തുടക്കം കുറിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചേരാൻ പോകുന്ന ആളുകളുടെ പ്രേരണാ സ്രോതസ്സായി അദ്ദേഹത്തെ ശ്രീമാൻ മുകുന്ദൻജി ഞാൻ കാണുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ എന്നോടൊപ്പം അണിചേർന്നിട്ടുള്ള ശ്രീമാൻ ഗോപാലകൃഷ്ണൻജി, ശ്രീമാൻ അനീഷ്ജി, അതുപോലെ തന്നെ ശ്രീമാൻ ജസ്റ്റിൻജി, ഹരി എപ്പോൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും എല്ലാ നേതാക്കന്മാരുടെ അനുമതിയോടുകൂടി അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ പാർട്ടി ചേർന്നതിനെ സംബന്ധിച്ച് എൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ടും മറ്റുള്ളതും വ്യത്യസ്തമായി ഇവിടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനം. അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കേട്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഈ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇന്നെ സ്വീകരിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് മത്സര പോരാട്ടത്തെ നാട്ടികയിൽ വെച്ച് കാണുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ട ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എന്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്നതിൽ എന്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും ഊറുപുലർത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഞാൻ നിർത്തുന്നു. സ്ഥാനാർത്ഥി ആയിട്ടോടെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാണാനാണ്. അത് മാത്രമല്ല ഭയങ്കര ഭൂരിപക്ഷം വഹിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇപ്പൊ താങ്കളായിരുന്നു സിറ്റിംഗ് MLA, താങ്കൾക്കെതിരെയാണ് ഇത്രയും നാളെ BJP പ്രവർത്തിച്ചിരുന്നത്. അപ്പോ BJP പക്ഷേ ഈ നിയമസഭാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ പാർട്ടിയിലേക്ക് കടക്കുന്നത് നിങ്ങൾ കാണുന്നു? എന്റെ മനസ്സിലുള്ളത് വെച്ചാല് ഏറ്റവും കൂടുതൽ നമ്മൾ സഹിച്ച് പ്രവർത്തിക്കുമ്പോ ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്ന ഈ MLA സ്ഥാനം വഹിക്കുന്ന നാട്ടിൽ നിയോജകമണ്ഡലത്തിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാവിധ സാഹചര്യവും അവിടെ നടപ്പാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അവിടുത്തെ വികസനം ഇവിടെ വന്നിട്ടുള്ള മീഡിയക്കാർക്ക് പോയി പരിശോധിച്ചാൽ അറിയാം എന്താണ് നാട്ടിക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള 5 വർഷക്കാലം. മുമ്പത്തെ വർഷക്കാലത്ത് പറയേണ്ട സാഹചര്യം വരാൻ പോവുകയാണ്. അതൊക്കെ ഭംഗിയായി ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പച്ചയായി തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കോൺഗ്രസ് കൊണ്ടുപോയി പറ്റിക്കായിരുന്നു ഡൽഹിയിലേക്ക് കൊണ്ടുപോയിട്ട്. അല്ല, അങ്ങനെ കോൺഗ്രസ്സുകാരെ പറ്റി അല്ലാണ്ട് വിളിച്ച് നമ്മൾ പോയി എന്നല്ലാതെ അങ്ങനെ പറ്റിക്കേണ്ട കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞു. അവരെന്നോട് അഭിപ്രായം പറഞ്ഞത് ഞങ്ങളെ സ്വീകരിക്കണം. ഞാൻ പറയട്ടെ, ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ചോദിച്ചു. നമുക്ക് ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല, അത് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മടങ്ങി പോകുന്നു. അല്ലാതെ വേറെ കൊണ്ട് പറ്റിക്കലൊന്നുമില്ല. എനിക്ക് എല്ലാ പ്രസ്ഥാനമായി ഇടപെട്ടുകൊണ്ട് ഞാൻ
ഈ എന്താ പറയുക ചെറിച്ചാണ്. അപ്പൊ എനിക്ക് വമ്പിച്ച് ഒരു ജയിക്കണ്ടേ? നാട്ടിൽ BJP ജനത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചില്ല, അതുകൊണ്ടല്ലേ ഇവിടെ എത്തിച്ചേർന്നത്. കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടായിരുന്നു, BJP ചിഹ്നത്തിൽ മത്സരിക്കാൻ കുഴപ്പമില്ല. നമ്മൾ 4 ദിവസം മുമ്പ് കാണുമ്പോ ചേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞ ഒരു വരി കോൺഗ്രസോടുമായി സഹകരിക്കാം, പക്ഷെ BJP സഹകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്റെ അഭിപ്രായമല്ല. എല്ലാരും ഷൂട്ട് ഞാൻ അന്ന് പറഞ്ഞെന്താ, ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്താൻ മത്സരരംഗത്ത് ഉണ്ടാകും, അതല്ല ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പ്രതികരിക്കാൻ മോശമായ രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രതികരിക്കണമെങ്കിൽ ഞാൻ മത്സരരംഗത്ത് ഉണ്ടാകണം. നാളെ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യേകതാണല്ലോ. അതെനിക്കറിയാം, അവരുടെ ചിലരുടെ സ്വഭാവം എന്താണെന്ന് അറിയില്ല. ഞാൻ ചില പേരെടുത്ത് പറഞ്ഞപ്പോ ഇനി നമ്മുടെ നാട്ടിൽ മണ്ഡലത്തിൽ വരാൻ പോവാണ്. അതിന്റെ സാമൂഹികോട് പറയണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഭംഗിയായി സംസാരിക്കും. ഏറ്റവും കൂടുതൽ CPI-യിലായിരുന്ന സമയത്ത് എതിർത്തിരുന്നത് BJP-നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു BJP-യുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞത്? അല്ല, നിങ്ങൾക്ക് അത് തോന്നുന്നതാണ്. ഞാൻ ഇപ്പൊ അതോട് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നതാണ്, എനിക്ക് തോന്നുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിക്കുന്ന എല്ലാ പാർട്ടികളും സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രവർത്തന ശൈലി ഏത് രാഷ്ട്രീയമാകട്ടെ, ഞങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു പ്രസ്ഥാനങ്ങളുടെ താല്പര്യം, ആ പ്രസ്ഥാനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന സമീപനം അവിടുത്തെ പാർട്ടിക്കാർക്ക് അറിയാലോ. അവരോരുത്തർ പറയട്ടെ ഞാൻ ധിക്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ പാർട്ടിക്കാരും യോജിച്ച് ഒറ്റ കൊടികൾ പോകുന്ന സംവിധാനം എന്തിനു വേണ്ടിയിട്ടാണത്? വികസനം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. വികസനം എന്റെ പൈസ അല്ലല്ലോ, ജനങ്ങളുടെ പൈസ അല്ലേ. ആ ജനങ്ങളുടെ പൈസ കൃത്യമായി ജനങ്ങൾക്ക് എത്തിക്കാനുള്ളതാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ എന്നോട് പറഞ്ഞത്, എന്റെ പാർട്ടി പറഞ്ഞത്, നമ്മുടെ പാർട്ടി വിട്ട് 10 പൈസ നമുക്ക് കൊടുക്കാൻ പാടില്ല, അവർക്കത് കൊടുക്കാൻ പാടില്ല. പക്ഷെ അതല്ലല്ലോ, നിങ്ങൾ പരിശോധിച്ചോ. സ്വാഭാവികമായും CPI പ്രതികരിക്കാൻ സാധ്യതയുള്ളത് CC മുഖത്ത് മാത്രമാണ്. BJP-ക്ക് പോകുന്നുള്ള പാർട്ടിക്കാരും പോകുന്നില്ല എന്നുള്ളതാണ്. അതെ, സംസ്ഥാനത്തെ റിപ്പോർട്ട് ഒന്ന് പഠിച്ചു നോക്ക്, പലരും പോകുന്നുണ്ട്. അജിത് CPI-യുടെ അല്ലെന്നെ സഹായിച്ചിട്ട് ഞാൻ സഹായിച്ചിട്ടില്ല എന്നും പറഞ്ഞില്ല. മഹാഭൂരിപക്ഷം ജനങ്ങളും എന്നോട് പറഞ്ഞു എന്തായാലും CC മുഖം പോരാട്ടത്തിൽ ഉണ്ടാകണം. CC മുഖം പോരാട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യക്ഷമായ ഒരു അനുഭവം ആ പ്രദേശങ്ങളിൽ ഉണ്ടാവും. എന്നെ ദ്രോഹിച്ചവരെ ഭംഗിയായി സംസാരിച്ചുകൊണ്ട് അഭിപ്രായം പറയാൻ സാധ്യതയും കിട്ടാണ്. അതൊന്നും എനിക്കറിയാം, അതൊക്കെ വിഷയങ്ങളാണ്. ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന്റെ മര്യാദ പുലർത്തണം. BJP ആളുകളുടെ കടന്നു തീർക്കുന്ന പാർട്ടിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം BJP-യിലേക്ക് ഒരാൾ വരുമ്പോ, BJP-യിലേക്ക് ആളുകളെ ഞങ്ങൾ ചേർക്കുമ്പോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഈ പോസ്റ്റിന് തന്നെ പ്രസക്തിയില്ല. കാരണം CC മുകുന്ദനെ പോലുള്ള ഒരാൾ ഒരു കീറ ഷീറ്റ് വലിച്ചിട്ട് കിടന്ന അന്തി ഉറങ്ങുന്ന ഒരാളാണ്. അയാൾക്ക് കാശ് വേണമെങ്കിൽ BJP നേരത്തെ ഒന്ന് കൈ അടക്കിയാൽ പോരെ. നല്ല കൊട്ടാരം പോലത്തെ വീട് പണിയാണ്. പല CPI-യുടെ നേതാക്കന്മാരുടെ വീടുണ്ടല്ലോ. അപ്പൊ ഇതിന് അദ്ദേഹത്തെ കുറ്റാക്കുന്നത് BJP. ഞങ്ങൾ അദ്ദേഹത്തെ BJP-യിൽ ചേർക്കുന്നത് അദ്ദേഹം ഈ പാവപ്പെട്ടവനോട്, സാധാരണക്കാരനോട് അവരുടെ ഇഴുകി ചേർന്നു എന്നുകൊണ്ടാണ്. അദ്ദേഹത്തെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൈ കൊടുക്കും. അതിനാണ് കെട്ടിപ്പിടിച്ചാൽ. ഇന്നലെ വരെ രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടും BJP എതിർത്ത ആളാണ് മുകുന്ദൻ. അദ്ദേഹത്തെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ അങ്ങനെയുള്ള എല്ലാവരും എത്തിച്ച്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനിപ്പോ കുറെ MLA-മാരുടെയും ഒക്കെ പേരുകൾ പറഞ്ഞു. അവർ ഇന്നലെ വരെ എതിർക്കുക. ചിലപ്പോ 1 മണിക്കൂർ മുമ്പ് എതിർത്ത ആളുകൾ വരും. അതിനി വരാണ്ട് പറ്റും. ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലെ നടത്തിയിട്ടുള്ള ആളുകൾ പലരും BJP ചേരാൻ ഞങ്ങൾ അവരെ കേട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നാട്ടിലെ പേയ്മെന്റ് സീറ്റ് ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അത് പാർട്ടി ആരോപണം ഏറ്റെടുക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് അത് തന്നെയാണ് ഞങ്ങളും കണ്ടത് തന്നെയാണ്. അദ്ദേഹം ഇപ്പോ ഈ വിഷയങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു. ഞങ്ങളത് തന്നെ കാണുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ അദ്ദേഹം സൂചിപ്പിക്കും. BJP സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പായല്ലോ അല്ലെ? അതെ, അതൊക്കെ സെൻട്രൽ ലീഡർഷിപ്പാണ് പറയുന്നത്. ജനങ്ങളുടെ വികസനം, ആ പ്രാദേശികമായിട്ടുള്ള വികസനം നിങ്ങൾക്കറിയില്ല. നാട്ടിക മണ്ഡലം എന്ന് പറഞ്ഞാൽ ആ വികസനത്തിൽ 5 വർഷം കൊണ്ട് ഞാൻ നടപ്പാക്കിയത് രാഷ്ട്രീയത്തിന് അതീതം ഒരുപാട് മാറ്റങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. അപ്പൊ അത് മുമ്പ് ഭരിച്ചവരുണ്ട്. ആ മുമ്പ് ഭരിച്ച ആൾക്കാർ ഇപ്പൊ എന്റെ എതിർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അതൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് പേയ്മെന്റ് സീറ്റിനെ കുറിച്ച് പറയേണ്ട സാധ്യത ആ പേയ്മെന്റ് സീറ്റിനെ കുറിച്ച് പറയും. എന്നുവെച്ചാ മുമ്പ് മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥി എന്ത് ചെയ്തത്, 10 വർഷം മത്സരിച്ച് എന്റെ അടുത്ത് വന്നിട്ട് അവിടെ പാർട്ടി മാറ്റിയിട്ട് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കണം. അപ്പോഴാണ് ഒരു പേയ്മെന്റ് സീറ്റ് സ്വഭാവം ഞാൻ പറഞ്ഞത്.
എന്റെ അർപ്പിതമായ ചില വിശ്വാസം അപ്പൊ എന്റെ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. കേസൊന്നും വിഷയം പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ പേയ്മെന്റ് സീറ്റ് CPI കാലത്തുള്ളതല്ലേ? തിരുവനന്തപുരത്ത് ബെന്നറ്റ് എബ്രഹാമിന് പേയ്മെന്റ് സീറ്റ് ആയിരുന്നു. CPI കാരനല്ലേ കൊണ്ടോ പുതിയ സംഭവം? ഈ പിണറായി സർക്കാരിന്റെ വികസനത്തിനെതിരെ BJP സംസാരിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ ഇലക്ഷൻ ക്യാമ്പയിൻ അത് ബുദ്ധിമുട്ടാവില്ലേ? കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും തരുന്ന ഫണ്ട് ആരെ ഫണ്ടാ നിങ്ങൾക്കറിയോ? ജനങ്ങളുടെ ഫണ്ടല്ലേ? ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിക്കുന്നതില് രാഷ്ട്രീയത്തിന് പ്രശ്നമില്ലല്ലോ. ഭംഗിയായി ഉപയോഗിക്കില്ലേ? അതെന്താ കുഴപ്പം? അത് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ആ ഫണ്ട് മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കലാണ് ഞങ്ങളുടെ പ്രവർത്തനം. അത് ഭംഗിയായി നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകും. തർക്കമില്ലാണ്ടത് അല്ല, മുൻ നേതാക്കൾ വന്നത് BJP-യിലേക്ക് വന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ വികസന നയങ്ങളോട് എതിർത്തിട്ടാണെന്ന് പറഞ്ഞു. അതിലേക്ക് കിടക്കണ്ട. ഞാൻ ഇപ്പൊ പറഞ്ഞു ഒറ്റ വാചകം അതിന്റെ അകത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാർ നടക്കാവുന്ന ഫണ്ടുകൾ മുഴുവൻ ജനങ്ങളുടെ ഫണ്ടാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത് സത്യസന്ധമായി ജനങ്ങൾക്ക് എത്തിക്കാൻ ഇന്ന ആൾക്കാർ വേണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു, ഉൾക്കൊള്ളുന്നു, മുന്നോട്ട് പോകുന്നു. സംശയം LDF-ലായ സമയത്ത് 47% വോട്ടാണ് മൂന്നേറ്റിന് കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയത്. അപ്പൊ മറ്റുള്ളവർക്കൊക്കെ അതിന്റെ വളരെയധികം ബഹുദൂരം പിന്നിലായിരുന്നു. അപ്പൊ LDF നിന്ന് മാറി BJP-യിൽ എത്തുമ്പോ അതെങ്ങനെയായിരിക്കും? അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ചില LDF നേതാക്കൾ, പ്രത്യേകിച്ച് CPI നേതാക്കൾ താങ്കളെ കൂട്ടത്തോടെ ദ്രോഹിച്ചു എന്ന് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. പേര് പിന്നെ പറയാൻ തുടങ്ങി. ഇപ്പോഴെങ്കിലും ആ പേര് പറയാൻ തയ്യാറാവും. നമുക്ക് രാഷ്ട്രീയ പോരാട്ടത്തിൽ പറഞ്ഞാൽ മതില്ലേ? നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പേര് അക്കമിട്ട് അവിടെ ഈ സ്ഥാനാർത്ഥിയെ ജയിച്ചു വന്ന കാശ് ചോദിച്ച നേതാക്കന്മാരുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നപ്പോ കാശ് ചോദിച്ച പാർട്ടി അത് പറയല്ലോ. പറയേണ്ട സമയത്ത് പറയുന്നത് പുതിയ മുദ്രാവാക്യമൊക്കെ വിളിച്ച് പഠിക്കേണ്ട സമയമായില്ലേ? അതൊക്കെ ചെറുപ്പം മുതൽ പഠിച്ചതാ. ഇൻകുലാബ് സിന്ദാബാദല്ലേ വിളിച്ചിരുന്നേ? അതൊക്കെ ഞാൻ ഭംഗിയായി പഠിക്കാനും ബോലോ ഭാരത് മാതാക്കി ഇതിനേക്കാളും മുമ്പ് വിദ്യാർത്ഥി പ്രദർശനമായി പ്രവർത്തിച്ചു, യുവജന പ്രദർശനം പ്രവർത്തിച്ചു, മുദ്രാക്കി അങ്ങനെ വിളിക്കണം. ഒരു സമര പോരാട്ടത്തിൽ എങ്ങനെ നിലനിൽക്കുന്നൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. മുഖ്യമന്ത്രി ആരാകണമെന്ന് ആഗ്രഹം? മുഖ്യമന്ത്രി ആരാകണം? എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട തീരുമാനിക്കും. ആ ഘടകം തീരുമാനിക്കും. ഒരു കാര്യം പറയട്ടെ, നമ്മള് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നിലവിലുള്ള ഒരു MLA ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും ഇന്നലെ വരെ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ CPM-ലേക്ക് പോകുന്നു, ഇടതുപക്ഷത്തേക്ക് പോകുന്നു. ഇടതുപക്ഷത്തുണ്ടായിരുന്ന ആളുകൾ വലതുപക്ഷത്തേക്ക് പോകുന്നു. ഇടതുപക്ഷ മുന്നണിയിലുണ്ടായിരുന്ന ആളുകൾ വലതുപക്ഷ മുന്നണിയിൽ ചേരുന്നു. ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, നിങ്ങൾ സംസാരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം. ഒരു MLA ഇതേപോലെ നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞാൽ അതിനുണ്ടല്ലോ, ഈ കീറ ആയിട്ടുള്ള ഈ പായയിൽ വലിച്ചു കെട്ടി ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു MLA നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞങ്ങള് ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയമായിട്ട് പലരെയും എതിർത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എന്നും അഭിമാനത്തോടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് കച്ചവടമല്ല. ആ രാഷ്ട്രീയം കച്ചവടമല്ലാതെ MLA എന്ന നിലയിൽ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരാള് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് വരുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ എന്നോട് ചേർക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ അതിന്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കണം. അതിനപ്പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി ചോദിക്കുന്നത് ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരമുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിലുള്ള കാര്യം തന്നെയാണ്. ഇന്നലെ വരെ ഇൻകുലാബ് ഓടിച്ച് 2 വട്ടം മന്ത്രിയായി 2 വട്ടം MLA ആയിരുന്ന G. സുധാകരൻ. ആ G. സുധാകരന്റെ സ്ഥിതി ഇന്ന് എന്താണെന്ന് നമുക്ക് അറിയണം. ഈ ചോദ്യം ഒന്നും അവിടെ ഇല്ല. ഉണ്ടാവുമായിരിക്കും. ചോദ്യം കഴിഞ്ഞ് ഞാൻ പറയുന്നു. ഒരു മിനിറ്റ് അതുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പ്ലീസ് ചോദ്യങ്ങൾ ചോദിക്കണമല്ല. നിങ്ങളൊരു വലിയൊരു തെറ്റ് അദ്ദേഹം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചോദ്യം രാഷ്ട്രീയ തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. അതിനെ അംഗീകരിക്കണം. അതല്ലാതെ വലിയൊരു തെറ്റ് ചെയ്തു, വലിയൊരു അപരാധം ചെയ്തു എന്നുള്ള രീതിയിൽ ചോദിക്കണം. തെറ്റാണോ?
ചോദിക്കാൻ അധികാരമില്ലേ? തെറ്റൊന്നുമല്ല. അല്ല, BJP ചേർന്ന് അജണ്ടയാണ്. അല്ല, BJP ചേർന്ന് തെറ്റെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് BJP ഏത് ചോദ്യമാണ് അപമാനിച്ചത്? അത് പറയണം, അത് വ്യക്തമാക്കണം. അല്ല, നിങ്ങൾക്ക് ജനാധിപത്യ എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ചോദിച്ചാൽ പോസിറ്റീവായിട്ട് ഞാൻ കാണണം. നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. അദ്ദേഹത്തെ അല്ല, ഒരു മിനിറ്റ്, സോറി. ഇതിനുശേഷം അദ്ദേഹം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കാണാം. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കാം. അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അദ്ദേഹത്തിന് ഉണ്ടാവണം. അദ്ദേഹത്തെ ആ രീതിയിൽ നിങ്ങൾ എല്ലാവരും കാണണം. പാവപ്പെട്ടവനാണ് അദ്ദേഹത്തിന്. നിങ്ങൾക്ക് എല്ലാം വ്യക്തിപരമായിട്ട് കണ്ണിൽ കാണാം, സംസാരിക്കാം. ഇതൊക്കെ ഡെമോക്രാറ്റിക് ഓപ്പൺ വേ ആണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.